ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മുഖ്യമന്ത്രിയെ വലിച്ചിഴക്കുന്നതിനുള്ള അവസരമായി ഇതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സാധാരണ ഏത് കാര്യത്തിലും ബന്ധപ്പെട്ട കക്ഷികളോട് ചോദിക്കുക എന്ന കാര്യം അതിൻ്റെ പ്രാഥമികമായ രീതിയാണ്. ഇവരുടെ കാര്യത്തിൽ അതുപോലും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടിയിരുന്ന ഒരു പ്രശ്നത്തിൻ്റെ രാഷ്ട്രീയമായ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള വലിച്ചിഴച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന രീതി അത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് രൂപപ്പെട്ടത് എന്ന കാര്യം സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാകുന്ന എല്ലാവർക്കും അറിയാം. ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി വിജിലൻസ് കോടതിയിൽ മൂവാറ്റുപുഴയിൽ ഗിരീഷ് എന്ന ഒരാൾ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണം എന്ന വാദം വിജിലൻസ് കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. കോടതി അത് തള്ളി. അതിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നു. അതിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് SFIO അന്വേഷണത്തിന് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കത്ത് കൊടുത്തത്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 210, 211, 212 എന്ന വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഷോൺ ജോർജ് BJPയിൽ ചേർന്ന് അച്ഛനും മകനും ഡൽഹി പോയി 2024 ജനുവരി 31-ാം തീയതി അവർ BJPയിൽ ചേർന്നു. അന്ന് വൈകുന്നേരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം SFIO അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ വ്യക്തമായ നഗ്നമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഈ കേസിന് ആയുസ് നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ ഇടപെടലുകൾ ഉണ്ടായത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരും BJPയിലേക്ക് ചേർന്ന് പോയ ഈ പുത്തൻ കൂറ്റുകാരുമെല്ലാം ചേർന്ന് അതിനോടൊപ്പം മാത്യു കുളനാടൻ എന്ന MLA ഇവരെല്ലാം ഒപ്പം നിരവധി മേഖലയിൽ കോടതിയിൽ, വിജിലൻസ് കോടതിയിൽ, ഹൈക്കോടതിയിലൊക്കെ കേസ് നൽകി. അതിൻ്റെ ഓരോ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാണ്. 3 വിജിലൻസ് കോടതികളും ആ കേസ് തള്ളി. അതിൻ്റെ മേലെ അപ്പീൽ പോയി ഹൈക്കോടതിയിൽ നിന്നാണ് നീതി ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ കോടതി അവിടെയും പൂർണ്ണമായിട്ട് നിരാകരിച്ചു. ഇവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അതാണ് ഈ SFIO എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ആക്ടിലെ വ്യവസ്ഥയിൽ എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് ഈ ഏജൻസിയുടെ ചുമതല. കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ധൃതി പിടിച്ച് നടപടി സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല. അതിപ്പോഴാണ് കൂടുതൽ വ്യക്തമായി പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും ആ കോടതിയുടെ അവസാന വിധി വരുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ധൃതി പിടിച്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നും ഒക്കെ പ്രഖ്യാപിച്ച് നടത്തിയിട്ടുള്ള കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിൻ്റെ തുടർച്ചയായിട്ട് വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും മുന്നിൽ വെച്ചുകൊണ്ട്
കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നടത്തിയതുപോലെ കേരളത്തിലാണെങ്കിൽ പുതിയ BJP പ്രസിഡന്റ് കൂടി രംഗത്ത് വന്ന അവസരം കൂടി